ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ഫിസിക്സ് വാല. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ ഓണം എക്സാമിന്റെ ഫുൾ ചാപ്റ്റർ വെയിറ്റേജ് ആയിട്ടാണ്. നമ്മുടെ സയൻസ് സബ്ജക്ട്സ് ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ നിന്ന് എത്രത്തോളം ചാപ്റ്റേഴ്സ് ഉണ്ട്, ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻസ് വരാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും വേണം നമ്മളെ ഫിസിക്സിലേക്ക് പോകാം. നമ്മളെ ഫിസിക്സ് ചാപ്റ്ററിൽ നിന്ന് വരുന്നത് 3 ചാപ്റ്റേഴ്സ് ആണ്. ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സൗണ്ട് വേവ്, സെക്കൻഡ് ചാപ്റ്റർ ലെൻസ്, തേർഡ് ചാപ്റ്റർ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷനിൽ നിന്ന് ഹാഫ് പോർഷൻ ആണ് നമുക്ക് എക്സാമിന് വരുന്നത്. അതായത് സൗണ്ട് വേവ്സിൽ നിന്ന് 16 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ 16 മാർക്കില് 1-2 മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. അപ്പൊ ചിലപ്പോൾ 17 ആയിരിക്കാം. അപ്പൊ മാക്സിമം ഒരു 60 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് നമുക്ക് ഇതിൽ നിന്ന് വരും. നമ്മുടെ സൗണ്ട് വേവ്സിൽ നിന്ന് വരുന്നുണ്ട്. സെക്കൻഡ് ചാപ്റ്റർ കുറച്ചുകൂടി വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ആണ് നമ്മുടെ ലെൻസസിൽ നിന്ന് വരുന്നത് 18 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ അത് 1 മാർക്ക് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. 18 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ എക്സ്പെക്ട് ചെയ്യണം. തേർഡ് ചാപ്റ്റർ നമ്മളുടെ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ ആണ്. അതൊരു ചെറിയ പോർഷൻ ആണ് വരുന്നുള്ളൂ, ഹാഫ് ചാപ്റ്ററേ ഉള്ളൂ. അപ്പൊ ആ ഹാഫ് ചാപ്റ്റർ നമുക്ക് ആകെ ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദെൻ നമ്മൾ നെക്സ്റ്റ് കെമിസ്ട്രിയിൽ നിന്ന് സെയിം ഫിസിക്സ് പോലെ തന്നെയാണ്, ആകെ 2.5 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. തേർഡ് ചാപ്റ്ററിന്റെ ഹാഫ് നമ്മൾ പെക്യൂലിയാരിറ്റി ഓഫ് കോപ്പർ ആൻഡ് ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരെയാണ് നമുക്ക് ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം ആണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ്, അതായത് 22 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ടിൽ നിന്ന് 11 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ 10 12 ആവാം. സോ മാക്സിമം നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്ക്, 22 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. തേർഡ് ചാപ്റ്റർ ആകെ കുറച്ച് ചെറിയൊരു പോർഷനേ ഉള്ളൂ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ആ പെക്യൂലിയാരിറ്റി വരെ പഠിച്ചാൽ മതി. അതിൽ നിന്ന് 6-7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരാൻ ചാൻസ് ഉള്ളൂ. സോ ഇതാണ് നമ്മുടെ കെമിസ്ട്രിയുടെ ചാപ്റ്റർ വെയിറ്റേജ് വരുന്നത്. ഇനി ലാസ്റ്റ് നമുക്ക് വരുന്നത് നമ്മുടെ ബയോളജിയാണ്. ബയോളജിക്കും ഇതേപോലെ 2 ചാപ്റ്ററേ ഉള്ളൂ, 2.5 ചാപ്റ്റർ ഇല്ല, 2 ചാപ്റ്റർ വരുന്നത്. അപ്പൊ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പാത്ത് ഓഫ് എവല്യൂഷനിൽ നിന്ന് 22 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് പാത്ത് ഓഫ് എവല്യൂഷൻ. 22 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ദെൻ ജെനറ്റിക്സ് ഓഫ് ലൈഫിൽ നിന്ന് 18 മാർക്ക്. ആകെ മൊത്തം എത്ര മാർക്കാണ്? 40 മാർക്സ്. അപ്പൊ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി 3 സബ്ജക്ട്സിനും ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 40 മാർക്ക് ആയിരിക്കും. ഈ 40 മാർക്കിൽ തന്നെ നമുക്ക് 4 സെക്ഷൻ ആയിട്ടാണ് നമുക്ക് എക്സാം വരുന്നത്. സെക്ഷൻ എ, ബി, സി, ഡി ഉണ്ടായിരിക്കും. എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൻ എയിൽ നമുക്ക് 1 മാർക്കിന്റെ ആയിരിക്കും, പിന്നെ 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക്, ഇങ്ങനെയാണ് നമുക്ക് ഡിവിഷൻ വരുന്നത്. അപ്പോൾ ഇതൊരു കറക്റ്റായി നമ്മൾ ടൈം മാനേജ് ചെയ്ത് എഴുതിയാൽ മാത്രമേ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് 1.5 മണിക്കൂറാണ് എക്സാം വരുന്നത്. അപ്പൊ അതിന് മുന്നേ ആയി നമ്മൾ എന്ത് ചെയ്യണം? അത്യാവശ്യം PYQs പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ. അപ്പൊ PYQs പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എങ്ങനെ ടൈം മാനേജ് ചെയ്യാമെന്ന് മനസ്സിലാവും. കാരണം നമുക്ക് ഈ 40 മാർക്സ് കറക്റ്റ് ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ജസ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമുക്ക് നോക്കാം. ഇതാ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, MCQ ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യൻസിലൊന്നും കുറേ സമയം നമ്മൾ ചെലവഴിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു വേർഡ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അവിടെ 1 മാർക്ക് കിട്ടും. MCQ ആണെങ്കിൽ ജസ്റ്റ് ആ ഓപ്ഷൻ എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അവിടെ 1 മാർക്ക് കിട്ടും. മാച്ച് ദ ഫോളോയിങ് ആണെങ്കിൽ ജസ്റ്റ് മാച്ച് ചെയ്താൽ മതി. അപ്പൊ അതിനൊന്നും കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കരുത്. അതേപോലെ ഇപ്പൊ നമ്മൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ 2 മാർക്ക് ക്വസ്റ്റ്യനും 3 മാർക്ക് ക്വസ്റ്റ്യനും 4 മാർക്ക് ക്വസ്റ്റ്യനും പണ്ടത്തെ പോലെയല്ല. സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തരാം, ആക്ടിവിറ്റീസ് തരാം, അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ തരാം. അതിൽ തന്നെ റിലേറ്റ് ചെയ്തിട്ട് സബ് ക്വസ്റ്റ്യൻ A, B, C, D. ഇപ്പൊ 2 മാർക്കാണെങ്കിൽ ആകെ 2 സബ് ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ, എയും ബിയും ആയിരിക്കും. 3 മാർക്കാണെങ്കിൽ 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 4 ആണെങ്കിൽ എന്തുണ്ടായിരിക്കും? 4 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഓരോ സബ് ക്വസ്റ്റ്യനും ഓരോ മാർക്ക് ഇതായിരിക്കും, ബ്രാക്കറ്റിൽ അത് മെൻഷൻ ചെയ്ത് കാണും. ചിലപ്പോൾ ഒരു സബ് ക്വസ്റ്റ്യൻ 2 മാർക്കിന്റെ ഉണ്ടായിരിക്കും. അപ്പൊ മാർക്ക് നോക്കിയിട്ട് വേണം നമ്മൾ കറക്റ്റ് ആയിട്ട് ആൻസർ എഴുതാൻ. അപ്പൊ എത്രത്തോളം പോയിന്റ് കൊടുക്കണം ആ മാർക്ക് നോക്കുക. അപ്പൊ 2 മാർക്കാണെങ്കിൽ 2 പോയിന്റ് എഴുതാം, 3 മാർക്കാണെങ്കിൽ 3 പോയിന്റ് എഴുതാം. ഇനി 1 മാർക്കാണെങ്കിൽ ആ 1 പോയിന്റ് എഴുതിയാൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടും. അപ്പൊ ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കുമ്പോൾ നീറ്റ് ആയിട്ട് വരയ്ക്കുക, പെൻസിൽ എല്ലാം യൂസ് ചെയ്ത് വരയ്ക്കുക, കറക്റ്റ് ലേബൽ ചെയ്യുക. അപ്പൊ നമുക്ക് ബയോളജിയിലേക്ക് അത്യാവശ്യം ഡയഗ്രാംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഡയഗ്രാംസ് ഒക്കെ കറക്റ്റ് ആയി വരച്ച് ലേബൽ ചെയ്യുക, എന്നാൽ മാത്രം നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ടുള്ള ഫുൾ മാർക്ക് നേടാൻ സാധിക്കുള്ളൂ. സോ കറക്റ്റ് ആയിട്ട് ടൈം മാനേജ് ചെയ്യുക, ഒരു കോൺഫിഡൻസോടെ കൂടി എന്ത് ചെയ്യുക, നമ്മളെ എക്സാം അറ്റൻഡ് ചെയ്യുക. നമ്മളെ ഫസ്റ്റ് എക്സാം ആണ് ക്ലാസ് 10. അപ്പൊ അത് നന്നായി അറ്റൻഡ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് നീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പേപ്പർ പ്രസന്റ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നന്നായി സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അപ്പൊ നമ്മളെ ചാപ്റ്റർ വെയിറ്റേജ് നോക്കി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക, കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക. അപ്പൊ എല്ലാവർക്കും നമ്മളെ എക്സാമിന് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.